മലാല യൂസുഫിനെ എല്ലാവർക്കും അറിയാം, ലോകത്തെല്ലാവർക്കും അറിയാം. വലിയ പ്രശസ്തമായി ആഘോഷിച്ച, ഒരുപാട് ആളുകൾ ആദരിച്ച, വലിയ അന്താരാഷ്ട്ര സമ്മാനങ്ങൾ കിട്ടിയ, ലോകം മുഴുവൻ സമാധാനത്തിൻ്റെ മാലാഖയായി ഒരു സവിശേഷമായ രാജ്യത്ത് വളരെ മനോഹരമായി സംരക്ഷിക്കപ്പെടുന്ന ഒരു മകളാണ്. അങ്ങനെ വേണം, ഉറപ്പായും വേണം. മലാലയുടെ സംഭവം നിങ്ങൾക്കറിയാം. താലിബാൻ ഈ അഫ്ഗാനിസ്ഥാനിൽ പിടിമുറുക്കിയ സമയത്ത് സ്കൂളിലേക്കോ മറ്റോ പോയ കുഞ്ഞിനെ ആക്രമിച്ച കൂട്ടത്തിൽ ആക്രമിക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. അതിനെ വളരെ മനോഹരമായി ഈ പറയുന്ന പോലെ ഷോക്കേസ് ചെയ്ത് വലിയ സംഭവമാക്കി ലോകത്തെ മുഴുവൻ ഇസ്ലാമിക ഭീകരതയുടെ, അങ്ങനെയാണല്ലോ അതിന് പറയുന്നത്, ഏത് പേരുകാരൻ എന്ത് ചെയ്താലും ആകെയുള്ള ഒരു ബ്രാൻഡ് ഇസ്ലാമിക ഭീകരതയാണ്. അതിൻ്റെ ഭാഗമായി സംരക്ഷിക്കപ്പെടുന്ന അപൂർവവും തിളക്കവുമാർന്ന ഒരു സംഗതിയാണ്. എന്നാൽ ഗ്രേറ്റ തൻബർഗ് അതുപോലെ തന്നെ സോഷ്യൽ ആക്ടിവിസ്റ്റായി രംഗത്ത് വന്ന് വളരെ മിടുക്കിയായി പല കാര്യങ്ങളിലും, അതായത് പാരിസ്ഥിതിക വിഷയങ്ങളിലും ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ വിഷയത്തിലുമൊക്കെ സജീവമായി ഇടപെട്ട ഒരു മകളാണ്. അവളാണ് ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് ഈ ഭക്ഷ്യവസ്തുക്കളുമായി ഒരു കപ്പലിൽ പുറപ്പെട്ട് വന്നത്. ആ വന്ന ഗ്രേറ്റയെ വഴിയിൽ വെച്ച് തടഞ്ഞ് കപ്പൽ പിടിച്ചെടുത്ത് കരയ്ക്കെത്തിച്ച് വാഹനത്തിൽ കയറ്റി തിരികെ അയച്ചു. ആഗോള അമേരിക്കൻ പ്രസിഡൻറ്റ്, ഈ പറയുന്ന പലരും വിമർശിക്കുന്നതിന് വേണ്ടി ഭൂലോക സൈക്കോ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ആഗോള അമേരിക്കൻ പ്രസിഡൻറ്റ് പറഞ്ഞെന്താണെന്നറിയുമോ? അവൾ ചെറുപ്പമാണ്, ദേഷ്യക്കാരിയാണ്, അവൾക്ക് ഭയങ്കര നിർബന്ധ ബുദ്ധിക്കാരിയാണ് എന്ന് പറഞ്ഞാൽ ഒരു പരിഹാസത്തോടെ. അതുകൊണ്ട് അവളെ എവിടെയെങ്കിലും ഈ മനസ്സ് നിയന്ത്രിക്കുന്നതിനും മനസ്സ് തണുപ്പിക്കുന്നതിനുമുള്ള ഒരു പരിശീലനത്തിന് പറഞ്ഞു വിടണം എന്നാണ് സാക്ഷാൽ ട്രംപ് പറഞ്ഞത്. അവളെ ദേഷ്യം നിയന്ത്രിക്കാൻ പരിശീലിപ്പിക്കണോ അത്രേ. ഒന്നാലോചിച്ച് നോക്കൂ. മറുവശത്ത് ഈ മലാല എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ ഇതുപോലെ ഒരു അനീതിക്കെതിരെയുള്ള പ്രതീകമായപ്പോൾ അവൾക്ക് എന്തെല്ലാം സംഗതികൾ കൊടുക്കാമോ, എന്തെല്ലാം അവസരങ്ങൾ കൊടുക്കാമോ, എന്തെല്ലാം പ്രചോദനങ്ങൾ കൊടുക്കാമോ, എന്തെല്ലാം പ്രസിദ്ധി കൊടുക്കാമോ അതെല്ലാം കൊടുത്ത് അവളെ രക്ഷപ്പെടുത്തി തിളക്കമാർന്ന ഒരു അധ്യാപകമാക്കി നിർത്തി. എന്തിനാ? അനീതിയോടെ എതിർത്ത പ്രതീകം കൊണ്ടല്ല, അവരുദ്ദേശിക്കുന്ന അജണ്ട ടാർഗറ്റ് ചെയ്യാൻ. ഈ പറഞ്ഞതുപോലെ ഈ ലോകത്ത് മുഴുവൻ ഇസ്ലാമിക ഭീകരതയുടെ ഒരു വലിയ വക്താവായി ജീവിച്ച് എല്ലായിടവും പ്രകടിപ്പിക്കാനും പ്രദർശിപ്പിക്കാനും വേണ്ടിയാണ് ഈ സംഗതികളൊക്കെ ചെയ്തു കൊടുത്തത്. 2013 സുഖറോ അവാർഡ് ഫോർ ഫ്രീഡം ഓഫ് തോട്ട് യൂറോപ്യൻ പാർലമെൻറ്റ് കൊടുത്തു. 2011 നാഷണൽ യൂത്ത് പീസ് പ്രൈസ് കൊടുത്തു. ടൈം മാഗസിൻ 100 യൂത്ത് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ അതിൻ്റെ അവാർഡ് കൊടുത്തു. UN മെസ്സഞ്ചർ ഓഫ് പീസിൻ്റെ അവാർഡ് കൊടുത്തു. UN-ൻ്റെ ഏത് UN-ആ? ഇപ്പോൾ അവിടെ ഇരുന്ന് ഫലസ്തീനെ ആക്രമിക്കരുത്, ആക്രമിച്ചാൽ നടപടിയെടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ UN അവാർഡ് കൊടുത്തു. പിന്നെ ഓണററി കനേഡിയൻ സിറ്റിസൺഷിപ്പ് കൊടുത്തു 2014. വീണ്ടും 2013 സിമോൺ ഡി ബിഹേവിയർ പ്രൈസ് എന്ന് പറയുന്ന സമ്മാനവും കൊടുത്തു. ഇത്രയും സമ്മാനങ്ങൾ കൊടുത്തു. എന്തിനാ? ഒരക്രമത്തെ അതിജീവിച്ച ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ. ആക്രമിക്കപ്പെടുന്നവരോടൊപ്പം നിൽക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിയെ തടഞ്ഞ് വാഹനം പിടിച്ചെടുത്ത്, കപ്പൽ പിടിച്ചെടുത്ത് സ്വന്തം നാട്ടിലേക്ക് ഊരുവിലക്കി തിരിച്ചയച്ചു. അതിന് വലിയ വാർത്തയില്ല. അങ്ങനെ ചെയ്ത പ്രവൃത്തിയോടാണ് നമ്മൾ ഈ പറഞ്ഞ സൈക്കോ ട്രംപ് പറഞ്ഞത്, ദേഷ്യം നിയന്ത്രിക്കാൻ അവൾക്ക് പരിശീലനം കൊടുക്കണം, അവൾക്ക് ഇച്ചിരി കുറുമ്പ് കൂടുതലാണ്, കുസൃതി കൂടുതലാണ്, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഉചിതം. എന്തിനാണ്? ഒരു ജനതയെ മുഴുവൻ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ, ഭക്ഷണമില്ലാതെ കുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഒരു പ്രതീകാത്മകമായി മനുഷ്യത്വത്തിൻ്റെ മാനവികതയുടെ അടയാളമാകാൻ വേണ്ടി എത്തിയ ആളാണ്. അപ്പം നിങ്ങൾ ഒരു പരിസ്ഥിതി പ്രവർത്തകയോ സോഷ്യൽ ആക്ടിവിസ്റ്റോ ആകുന്നതുകൊണ്ട് നിങ്ങളുടെ ബ്രാൻഡ് മൂല്യം നിശ്ചയിക്കപ്പെടുന്നില്ല. നിങ്ങൾ ആർക്കെതിരെ നിലകൊള്ളുന്നു, നിങ്ങൾ നൽകുന്ന സന്ദേശം എന്തിനെതിരാണ്, അവിടെ ആരാണ് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത്, ആരാണ് കുറ്റവാളിയാക്കപ്പെടുന്നത്, ഇതെല്ലാം നോക്കിയാണ് ഈ അംഗീകാരമൊക്കെ കൊടുക്കുന്നത്. ഇതറിയാവുന്നതുകൊണ്ട് മലാല ഒരക്ഷരവും ഇതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല. കാരണം മലാലയ്ക്കറിയാം എന്നെ സംരക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ളത്. അവർ പറയുന്ന കാര്യങ്ങളിൽ മാത്രം പ്രതികരിക്കാൻ വിധിക്കപ്പെട്ട ഒരു ജീവിതമാണ്. എന്നാൽ ഗ്രേറ്റയ്ക്ക് മറിച്ച് തോന്നിയതുകൊണ്ടാണ് ഇതുപോലെ പിടിച്ചെടുത്ത് മടക്കി അയക്കേണ്ടി വരുന്നത്.